വോട്ടംഗം ഇതാ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. SK പൊറ്റക്കാടിന്റെയും ബേപ്പൂർ സുൽത്താന്റെയും നാട്, വളർത്തമ്മയായ നാട്, മിഠായി തെരുവിന്റെയും കോഴിക്കോടൻ ഹൽവയുടെയും മധുരം വിളമ്പുന്ന നാട്. ഇവരെങ്ങനെയാണ്? കരീമിക്കയോടാണോ, രാഘവേട്ടനോടാണോ, MG രമേശിനോടാണോ, ആരോടാണ് ഇവരുടെ തെരഞ്ഞെടുപ്പിന്റെ അനുഭവം, സമ്മതിദാനാവകാശം? ഇതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. വരൂ. കുടുംബത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ കേരള വിഷൻ ന്യൂസിൻ്റെ വോട്ടംഗവുമായി ബന്ധപ്പെട്ട് ഓരോ ജില്ലകളിലൂടെയും ഓരോ മണ്ഡലങ്ങളിലൂടെയും കോഴിക്കോടുകാരാണോ? നിങ്ങൾ കോഴിക്കോടുകാരാണോ? അല്ല, കൊയിലാണ്ടിയാണ്. നിങ്ങളുടെ മണ്ഡലം കോഴിക്കോടാണോ? വീട്ടമ്മമാർ എന്ന നിലയിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് കാണുന്നത്? നല്ല ഭരണം വേണം, അത്രയാണ്. നമസ്കാരം. ഇവിടെ കരീംക ജയിക്കുന്നതാണ്. അതെന്താണ് കരീംക? MK രാഘവൻ നല്ല MP ആയിരുന്നില്ലേ? ഹാപ്പിയാണ്. ഞാനൊരു പാർട്ടി മെമ്പർ എന്നുള്ള രീതിയിൽ പറയുകയാണ്. കരീംക ജയിക്കേണ്ട പ്രസക്തി എന്താ? ഇപ്പോൾ MK രാഘവനായാലും കരീംക ആയാലും അവിടെ പോയി കഴിഞ്ഞാൽ BJPക്കെതിരായി സംസാരിക്കുമല്ലോ, അല്ലെങ്കിൽ നിലപാടെടുക്കുമല്ലോ. എന്തുകൊണ്ട് കരീംക മാത്രം? ഇന്ത്യ മുന്നണി ആയിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പം നണിക്കാൻസിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഒരുമിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. ആര് ജയിച്ചു കഴിഞ്ഞാൽ ഒരു മുന്നണി ആയിട്ടാണ് നിൽക്കുക. ഇവിടുത്തെ MP എന്ന നിലയിൽ ഈ MK രാഘവൻ്റെ പ്രവൃത്തിയിൽ തൃപ്തനാണോ? കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന അഭിപ്രായം പൊതുവെ. പക്ഷേ ജയിക്കേണ്ടത് ആരാ? ജയിക്കേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം മൂപ്പര ജയിച്ച പ്രാവശ്യം ആരും പറയാൻ പറ്റില്ല. ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അല്ല, ഞാൻ ഇവിടെ കച്ചവടം ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ഈ ഗ്യാസിന്റെ വില? വില കൂടുന്നുണ്ട്, കുറഞ്ഞുണ്ട്, വില കൂടും. അല്ല, കൂട്ടിയതിന്റെ അത്രയും കുറച്ചോ? കൂട്ടിയതിന്റെ അത്ര കുറച്ചില്ല. അപ്പൊ ഈ ഭരണം മാറിയാൽ അതിനൊരു പ്രശ്നം, ഒരു ഫലം ഉണ്ടാവുമെന്ന് കാണുന്നുണ്ടോ? ഭരണം മാറിയാൽ എങ്ങനെയാന്നിപ്പോ ഈ മണ്ഡലത്തിൽ MK രാഘവൻ എന്ന MP ആയിരുന്നല്ലോ നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അദ്ദേഹത്തിന്റെ പ്രവർത്തനം നടന്നെങ്കിൽ അതിനിപ്പം നമുക്ക് വലിയ മൂപ്പാളെ കൊണ്ട് വലിയ ഉപകാരം നമുക്ക് ഇവിടെ കിട്ടിയില്ല. ഇല്ല, ഇവിടെ എന്തെങ്കിലും ഒരു കുഞ്ഞിപ്പം പാർലമെന്റ് ആയാലും അവിടെ പോയി വെറുതെ പോയി ഒരാളിരിക്കേണ്ടത്. നമ്മൾ ഒരു കുടുംബത്തിന് വേണ്ടി പണി കൊടുക്കല്ലല്ലോ. നമ്മൾ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആൾ നിറവേറ്റണം. കേരളത്തിൽ ജയിച്ചു പോണ ഒരു MP, അത് കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJP എന്നുള്ളതല്ല, കേരളത്തിൽ എന്ത് ഗുണം വരണം അതിനുള്ള തീരുമാനം എടുക്കണ്ടേ? അതുവരെ പോലും എടുത്തിട്ടില്ല. ഇപ്പോൾ പോയ 18 ആൾ കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എത്ര സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടും ഇത്തവണ? നമ്മളിപ്പോൾ 8-10 സീറ്റ് കിട്ടുന്നുള്ള കിട്ടണം. കോഴിക്കോടോ? കോഴിക്കോട് കരീം ജയിക്കും, ശൈലജ ടീച്ചർ ജയിക്കും. വടകര നിങ്ങൾ എഴുത്തള്ളണ്ട. ഈ ഇവിടെ ഗതാഗത കുരുക്ക് ഭയങ്കര ഭീകരമാണല്ലോ. എന്താ അതിന് പരിഹാരം? ഒരു പരിഹാരമില്ല. വെക്കേഷൻ അതിനെ കൊണ്ട് പ്രത്യേകം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വിശ്വാസം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഇന്ധന വില എങ്ങനെയുണ്ട്? ഇതിനകത്ത് ഗ്യാസാണ്, അതുകൊണ്ട് ലാഭമാണ്. ഈ കേന്ദ്രത്തിലെ ഭരണത്തെ സ്വാധീനിക്കുന്നതാണല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതെ. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ മണ്ഡലത്തെയും ഇവിടുത്തെ സ്ഥാനാർത്ഥികളെയൊക്കെ കാണുന്നത്? ഇവിടെ രാഘവൻ ജയിക്കുന്നതാണ് മുഖ്യമന്ത്രി ഭൂരിപക്ഷം. നിലവിൽ സാധ്യതയല്ല, ജയിക്കേണ്ടത് LDF ആണ്. LDF ഇല്ലാത്ത ഇന്ത്യൻ്റെ ഭാവി എന്താണെന്നുള്ളത് ഇപ്പോൾ ലോകം കാണുന്ന മുഴുവൻ കേരളത്തിലല്ലേ ഉള്ളൂ. പക്ഷേ LDF പോലത്തെ വന്നാൽ മാത്രമേ ഉള്ളൂ. LDF വന്നപ്പോഴൊക്കെ ചെയ്ത ഓരോ നിയമ നിർമ്മാണങ്ങളൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. അതല്ലാത്ത ഇന്ത്യൻ്റെ ഭാവി തുലാസിലാണ്. LDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒക്കെ ആളുകൾ ജയിച്ചു വരണം എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ രാജ്യസഭയിൽ MP ഇരിക്കുമ്പോൾ ഇളമരക്കരിയും നിരവധി വിഷയങ്ങളൊക്കെ ഉന്നയിച്ചു. അതുപോലെ MK രാഘവനും ഉന്നയിച്ചിട്ടില്ലേ? MK രാഘവന് ശരിക്കും കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറിയാണ്. പക്ഷെ ആ രീതിയിലൊന്നും എനിക്ക് തോന്നുന്നില്ല അയാൾ പെർഫോം ചെയ്തിട്ടില്ലായിരുന്നവരും കണ്ടില്ല. ഇപ്പോൾ റെയിൽവേൻ്റെ പോലത്തെ 1-2 വികസനങ്ങൾ പറഞ്ഞു, അത് എല്ലാ സ്ഥലത്തും നടക്കുന്ന വികസനം ഇവിടെയും വന്നു എന്നല്ലാതെ അതിലപ്പുറത്തേക്കൊന്നും ഇടപെടലുകൊണ്ടും നടന്നൊന്നല്ല. BJP ഇവിടെ 2 അക്കം കൂട്ടും എന്ന് പറയുന്നത് അത് സാധ്യത ഒരിക്കലുമില്ല. ഇത്തവണ വോട്ട് ഷെയർ കൂട്ടുമോ BJP? വോട്ട് ഷെയർ സാധ്യത ഉണ്ട്. കാരണം ചില വ്യക്തികൾ, ചില സുരേഷ് ഗോപിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ അവരുടേതായ കോഴിക്കോടൊന്നും സാധ്യതയില്ല. വോട്ട് ഷെയർ വോട്ടൊന്നും കൂടെ സാധ്യതയില്ല. ട്രെൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ല, ട്രെൻഡ് നിലവിലൊന്നുമില്ല. ഇനിയിപ്പം BJP ആണ്. കഴിഞ്ഞ തവണ പുൽവാമ പോലത്തെ എന്തെങ്കിലും വിഷയമൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ആളുകളെ മൈൻഡ് മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ ഫാക്ട് ചെക്കുള്ളതല്ലേ. പണ്ടത്തെ പോലെ ഏതെങ്കിലും നേതാക്കന്മാർ പറയുന്ന പോലെ ആരെങ്കിലും പറഞ്ഞ് കേൾക്കുന്നതല്ലല്ലോ. നമ്മൾ ലൈവായിട്ടും നിങ്ങളെ പോലെ ചാനലൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്ന സാധ്യതയുള്ള കാലമല്ല.
കോഴിക്കോട് എന്തായാലും LDF കിട്ടൂല. BJP ആണോ? BJP UDF ആ ലെവലിൽ LDF എന്തായാലും കിട്ടൂല. BJP UDF അതങ്ങനെയാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ LDF കിട്ടണം LDFകാരനെ പറയുന്നു. BJPയുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി MT രമേശ്. അതെ. കോൺഗ്രസിൻ്റെ ഇവിടുത്തെ UDFിൻ്റെ സ്ഥാനാർത്ഥി MK രാഘവൻ. അതെ. രാജ്യസഭയിൽ MP ഒക്കെ ആയിരുന്ന എളമരം കരീമാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. അതെ. പുള്ളി സഭയിലൊക്കെ പോയാൽ നല്ല രീതിയിൽ ശോഭിക്കുമെന്നാണ് പറയുന്നത്. ചിന്തൻ ഇംഗ്ലീഷാണ്. ചിന്ത പറഞ്ഞ ഞാൻ തുടക്കത്തിൽ കേട്ടു. ഇംഗ്ലീഷിൽ ഇരിക്കുകയാണോ കാര്യം? ചോദ്യത്തിലൊന്നും അർത്ഥമില്ല. കാരണം ഇത് എന്തെങ്കിലും നടപ്പിലാക്കാൻ പറ്റിയ ഇവിടെ വ്യവസായങ്ങൾ കുറേ പൊടിച്ചാണ്. പിന്നെ അവിടെ പോയി വെറുതെ അനാവശ്യം ചോദിച്ച് എന്ത് കാര്യമുള്ളൂ. കാരണം എനിക്കുള്ള അനുഭവം അങ്ങോട്ട് പറഞ്ഞുതരാം. ഈ ഗ്രാസിയും പൂട്ട സമയത്ത് ഒരു തൊഴിലാളി വിചാരിച്ച് പറഞ്ഞു എൻ്റെ സഖാവ് എന്തെങ്കിലും വാങ്ങി തരണം പറഞ്ഞു. ഇയാളെന്താ പറഞ്ഞിറങ്ങി ഞാൻ നിന്റെ പണിയില്ലാണ്. പിന്നെ ഇയാളെന്ത് തൊഴിലാളി നേതാവാണ്. കേരളത്തിൽ ആരായിരിക്കും കൂടുതൽ സീറ്റ് തരുന്നത്? കേരളത്തിൽ എന്തായാലും UDF ആണ്. എത്ര സീറ്റ് വരെ നേടും? UDF ഒരു 15, 16 ആ ലെവലിലൊക്കെ. കഴിഞ്ഞ തവണ 19 ഉണ്ടായിരുന്നു. അത് നോക്കണ്ട, അതിനെ കുറഞ്ഞും കൂടിയിരിക്കും. അപ്പോൾ ഈ ബാക്കി 15 ആണെങ്കിൽ ബാക്കി 5 സീറ്റ് ആർക്കായിരിക്കും? 5 സീറ്റ് ഒരു 3-4 സീറ്റ് BJP എന്തായാലും ഉറപ്പാണ്. 4 സീറ്റോ? എവിടൊക്കെ? അവർ തന്നെ 2 പറയുന്നത്. അല്ല അതങ്ങനെ പല ആൾക്കാർ പലതും പറയും. അപ്പോൾ ആരായിരിക്കും ഇവിടെ? കരീംക്ക് ഒരുപാട് തൊഴിലാളി സ്ഥാപനങ്ങളൊക്കെ പൂട്ടി MK രാഘവൻ MP എന്ന നിലയിൽ എന്തെങ്കിലും കാര്യം ചെയ്തോ? കഴിഞ്ഞ 15 കൊല്ലമായിട്ട് പാർലമെന്റിൽ കാര്യമായിട്ടൊന്നും ഒരു സംസാരിച്ചില്ല. കരീംക്കാണ് ഈ രാജ്യസഭയിലുള്ള സംസാരിച്ചത്. അല്ല ഈ ഇവർ കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും ഇവർ പോയി കഴിഞ്ഞാൽ അവിടെ മോഡിക്കെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ ആണല്ലോ നിൽക്കുന്നത്. അപ്പൊ പിന്നെ ആരെങ്കിലും ജയിപ്പിച്ചാൽ അതിലല്ല LDF ആണ് പറയുന്നത്. മോഡിക്കെതിരായിട്ട് പറയുന്നത്. കോൺഗ്രസ്സുകാർ 18 MP ഒന്നും സംസാരിച്ചില്ല. ചേട്ടൻ്റെ പേര്? സഹദേവൻ ചേട്ടൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും ജാഥയും ഇവരുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നേരിട്ട് എപ്പോഴും കാണുന്ന ആളല്ലേ? ആർക്കാ സാധ്യത കൂടുതൽ? അതേപോലെ ഇടതുപക്ഷത്തിൻ്റെ കക്ഷി ഇവിടെ അധികാരത്തിൽ വരണം. ജയിക്കണം. അംഗം കൂടണം. പാർലമെന്റിൽ അംഗം കൂടണം. പാർലമെന്റിലെ എണ്ണം ഇടതുപക്ഷത്തിന് കൂടണം. അതെന്താ? കോൺഗ്രസ് വന്നാലും അതൊക്കെ തന്നെയല്ലേ? ഇടതുപക്ഷമാണ് പാർലമെന്റിൽ പല കാര്യങ്ങളും സംസാരിക്കുന്നത്. കോൺഗ്രസ് സംസാരിക്കുന്നില്ല. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി വർദ്ധിക്കുക രാജ്യത്ത്. വർദ്ധിപ്പിക്കാനാണ് ആഗ്രഹം. ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ 19-1 അതില്ല, അത് മാറും. അന്നത് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആവുന്ന പറഞ്ഞിട്ടാണ് ആൾക്കാർ വോട്ട് പിടിച്ചത്. ഇനിയും പ്രതീക്ഷ ഉണ്ടാവില്ല. ഇപ്പോഴാവില്ല. ആ കാലാവസ്ഥ മാറി. അതാവുകയും ചെയ്യും. കുറെ ശബരിമലേന്റെ വിഷയമൊക്കെ എടുത്തിട്ടാണ് തെരഞ്ഞെടുപ്പിൽ. അതിനെക്കൊണ്ടാണ് ശബരിമല ഫാക്ടറും രാഹുൽ ഗാന്ധിയുടെ ഘടകമാണ് അന്നത്തെ ആ വിജയത്തിന് കാരണം. ഇപ്പൊ അതില്ല. ഇപ്പൊ എത്ര സീറ്റ് വരെ LDFന് കിട്ടും? അതെനിക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ സീറ്റ് കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. കോഴിക്കോട് എളമരംകരിയും ജയിക്കാനുള്ള സീറ്റ് വോട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭയിൽ 7 നിയോജകമണ്ഡലത്തിൽ 6 ഇടതുപക്ഷത്തിനാണ് ലീഡ്. അപ്പോൾ രണ്ടായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇടതുപക്ഷം കാണുന്ന ആ നിയമസഭയിലെ വോട്ട് ഈ പ്രാവശ്യം എളമരംകരിന് പാർലമെന്റിൽ അംഗത്തിന് കൊടുക്കുകയാണെങ്കിൽ എളമരങ്കരി എന്തായാലും ജയിക്കും. BJPക്ക് കേരളത്തിൽ എത്ര സീറ്റ് കിട്ടും? സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. പേര് കരീം എന്ന് പേരുള്ള ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെ ഉണ്ട്? ഞങ്ങളിങ്ങനെ കേരള വിഷൻ ഓരോ മണ്ഡലങ്ങളിലൂടെയും കടന്നു പോയാൽ ലോക്സഭയിൽ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ഓരോരോ വണ്ടികൾ ഇങ്ങനെ 2 പാർട്ടിൻ്റെ 3 പാർട്ടിൻ്റെ അങ്ങനെ പോകുന്നുണ്ട്. വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാലും കരീമേട്ടന് അങ്ങനൊന്നുമില്ല. കാരണം ഏതാണ് നല്ലത് നോക്കിയിട്ട് അന്നേരം നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. വ്യക്തിയെ നോക്കിയാണ് രാഷ്ട്രീയം നോക്കിയാണ്. അല്ല ആരാണിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മെച്ചങ്ങൾ ഓടിക്കാൻ വേണ്ടി ചെയ്യാം. അപ്പോൾ ആരാ മെച്ചമുള്ളത്? അല്ല അങ്ങനെ പറയാൻ പറ്റില്ല. ഞങ്ങൾ ഇതുവരെയും വയസ്സായവരെ കണ്ട ഒരു ന്യൂജനെ കണ്ടില്ല. ന്യൂജനാണോ? അതോ ഡൈ ആണോ? ഡൈ ഒന്നുമല്ല, ചെറുപ്പമല്ലേ. ഗിരീഷ് ലാലിന്റെ വീട് കോഴിക്കോടാണ്. അപ്പോൾ നിങ്ങളുടെ മണ്ഡലം കോഴിക്കോട് തന്നെയല്ലേ? കോഴിക്കോട് മണ്ഡലമാണ്.
നിങ്ങൾ രാമനാട്ടുകാരക്കാരല്ലോ? രാമനാട്ട് തന്നെ. അപ്പോൾ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പൊക്കെ? തെരഞ്ഞെടുപ്പ് അങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയല്ലേ? ചൂടായിക്കൊണ്ടിരിക്കുക. അതെ. ജൂൺ 4 വിവരം അറിയുമ്പോൾ ഞെട്ടുമോ? അല്ല, കോഴിക്കോട് സ്വാഭാവികമായിട്ടും ഇപ്പോഴുള്ള ആൾ തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പൊതുവെ ജനങ്ങൾ. നിലവിലത്തെ MP തുടരും. അതെ അതെ, രാഘവേട്ടൻ തന്നെ തുടരും എന്നുള്ളതാണ് നമ്മുടെ കിട്ടുന്ന വിവരം. കോൺഗ്രസിന്റെ പ്രവർത്തനമാണോ? കോൺഗ്രസിന്റെ അനുഭാവിയാണ്. ഭാരവാഹിത്വമൊന്നുമില്ല. ഭാരവാഹിത്വമില്ല. എന്ത് ചെയ്യുന്നു? വക്കീലാണ്. CAA നിയമം അടക്കമുള്ള നിയമങ്ങൾ രാജ്യത്തെ വിഭജിക്കുന്നു എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ശക്തമായിട്ട് എതിർക്കുന്നത് ഇടതുപക്ഷമാണെന്നാണ് ചിലർ പറയുന്നത്. കോൺഗ്രസ് പോയി അവിടെ മിണ്ടാതിരിക്കത്തേ ഉള്ളൂ, അടക്കമുള്ളവർ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഇടതുപക്ഷം ഇതിനെ എതിർക്കുമെന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എതിർക്കേണ്ടതാണ്. BJP ആയിട്ട് എതിർ പാർട്ടിയായിട്ട് നിൽക്കുന്ന ഒരു കക്ഷിയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് ഈ കേരളത്തിനപ്പുറത്ത് ഈ CPMൻ്റെ ആളുകൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ സീറ്റിലാണല്ലോ അവർ മത്സരിക്കുന്നത് എന്നുള്ളത് കേരളം കഴിഞ്ഞതിന് ശേഷമല്ലല്ലോ. അത് ഈ ഇന്ത്യ രാജ്യത്ത് മത്സരിക്കുന്ന എല്ലാ സീറ്റുകളുടെ എണ്ണം നോക്കുന്ന സമയത്ത് അതിലെ ഭൂരിപക്ഷം വരുന്ന പാർട്ടിയല്ലേ ജയിക്കുകയുള്ളൂ. BJPയെ എതിർക്കണമെങ്കിൽ BJPക്ക് എല്ലാ തലത്തിലും ശക്തിയായിട്ട് പൊരുതുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വേണമല്ലോ. അത് കനലാകണോ തീയാകണോ എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അവിടെ പോയിട്ട് കനലായിട്ട് നിൽക്കണോ അല്ലെങ്കിൽ കൊടുങ്കാറ്റായിട്ട് കോൺഗ്രസിന് കൂടെ നിൽക്കണോ? BJP അത് അതിലല്ലേ നമ്മൾ രാജ്യത്തിന്റെ പേര് തന്നെയാണ് ഇപ്പം ഒരു മുന്നണി രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ആ മുന്നണിയിൽ നിങ്ങൾ രണ്ട് ഒന്നിച്ചാണെന്നാണ് BJP പറയുന്നത്. ഇവിടെ പരസ്പരം പോരടിക്കുന്നു, ഇവിടെ പരസ്പരം പോരടിക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ BJP ജയിക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ BJPക്ക് സഹായമാകുന്ന പറഞ്ഞല്ലോ 2 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അവര് കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. ഇത് മോഡി ഇപ്പം BJPയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയല്ലല്ലോ. വാജ്പേയി ആയിരുന്ന സമയത്തും അത് തന്നെയാണല്ലോ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ആളുകളല്ലേ. കോഴിക്കോട്ടുകാരിയാണോ? ഞങ്ങളിങ്ങനെ കേരള വിഷയം ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യവും ചൂടും ഒക്കെ എങ്ങനെയാണ് ജനങ്ങളെന്ന് അറിയാൻ വേണ്ടി വന്നതാ. തെരഞ്ഞെടുപ്പ് എന്താ, നമ്മളുണ്ടെങ്കിലല്ലേ അവരുള്ളൂ, അല്ലെങ്കിൽ അവരുണ്ടോ? അവരുള്ളെങ്കിലേ നമ്മളുള്ളൂ. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട്, നമ്മളെ അവര് തിരിഞ്ഞു നോക്കുന്നില്ല. ആരും നോക്കുന്നില്ല. അപ്പൊ വോട്ട് ചെയ്യുന്നില്ല ഇത്തവണ? വോട്ട് ചെയ്യണോ വേണ്ടെന്ന് ഞാൻ അങ്ങനെ ആലോചിക്കുക. വോട്ട് ചെയ്യാതിരിക്കരുത്, അതെന്താന്ന് നമ്മുടെ അവകാശം. അവകാശം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ അവകാശം അങ്ങോട്ട് കൊടുക്കുമ്പോ അവര് അവകാശം ഇങ്ങോട്ട് തരുന്നില്ല. രഹസ്യമായിട്ട് സത്യമായിട്ട് പറ, ആരാ ജയിക്കുന്നത് ഇവിടെ കോഴിക്കോട്? ഞാൻ പറയുന്നത് കോൺഗ്രസ് ജയിക്കണം. അല്ലാതുകൊണ്ട് ഇനി മാർക്സിസ്റ്റ് ജയിച്ചിട്ട് കാര്യമില്ല. എന്താന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പൊ കേരളം മുൾപട്ടിണിയിലായി. ഇനി അവര് ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ പട്ടിണിയിലേക്ക് പോകും. ഇനി ആത്മഹത്യകൾ അങ്ങോട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കും. അല്ല, കേന്ദ്രത്തിൽ അവരല്ല, കേരളത്തിലല്ലേ ഉള്ളവർ. കേരളത്തിലാന്ന് പറഞ്ഞാലും കേരളം കൂടി ഉണ്ടെങ്കിലല്ലേ കേന്ദ്രം ഉണ്ടാവുള്ളൂ. അല്ലാതുകൊണ്ട് കേന്ദ്രം തന്നെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും കുഴപ്പമില്ലേ? കേന്ദ്രത്തിൽ ഞാൻ പറഞ്ഞ കോൺഗ്രസ് വരണം. ഭാര്യയുടെ നിലപാടാണ് മത്തായി ചേരുന്നത്. എൻ്റെ ആ നിലപാട് വേറെ. അത് പറ, അതെന്താ നിലപാട്? ആരാണ് രാജ്യത്ത് ജയിക്കേണ്ടത്? ഇപ്പോഴത്തെ കോഴിക്കോട് ആർക്കാണ് ജയസാധ്യത? അതൊന്നും എനിക്ക് പറയാൻ പറ്റൂല. അതെന്ത് എല്ലാം ഉള്ളിലാ. പക്ഷേ ഈ പറഞ്ഞ അഭിപ്രായം അല്ല. ഭാര്യ നല്ല ധൈര്യത്തോടെ പറഞ്ഞു. രാഷ്ട്രീയം പറയുന്നതിന് തന്നെ പേടിക്കും. എനിക്ക് പറയാൻ പറ്റില്ല. അതെ, പേടിയൊന്നുമില്ല. എന്നാലും നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് പൈസ കിട്ടണ്ടേ? അതിന് കഴിക്കുന്നവരുടെ നിലപാടുകളൊക്കെ പ്രസക്തമോ? നമ്മള് ഗ്യാസ് പെട്രോളൊക്കെ മേടിക്കുമ്പോ പെൻഷൻ കിട്ടുന്നില്ല. ഇത് പെൻഷൻ വാങ്ങുന്ന വ്യക്തിയാണ്. പെൻഷൻ കിട്ടിയിട്ട് എത്ര മാസമായി? ഇപ്പൊ കിട്ടിയല്ലോ 2 ഗഡു. നമുക്ക് കിട്ടിയില്ല. ആദ്യം പെൻഷൻ കൊടുക്കട്ടെ, എന്നിട്ട് ഭരണത്തിലേക്ക് വരട്ടെ. എന്നാലും ജനങ്ങൾക്ക് ജീവിക്കാൻ എന്നൊരു അന്നം കിട്ടിയാല് ഉയർന്നു നിൽക്കാനാവും. മത്തായി ചേട്ടന് മറ്റൊരു അഭിപ്രായമാണ്. അത് പറ മത്തായി ചേട്ടാ. എൻ്റെ അഭിപ്രായം ഞാനിപ്പം പറയുന്നില്ല. വോട്ട് ചെയ്യുമ്പോ കാണിക്കുള്ളൂ. പക്ഷേ ഭാര്യയുടെ അഭിപ്രായം അല്ല. ഊട്ടി ചെല്ലുമ്പോ ഞാനും ഭർത്താവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ സാഹചര്യത്തില് അവരെ ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടമാണ്. അല്ലാതെ നമുക്ക് ആരെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അതാണ് ജനാധിപത്യം. അങ്ങനെ പരസ്പരം അടിച്ചേൽപ്പിക്കരുത് അല്ലേ? വെരി ഗുഡ്. തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ആർക്കാ സാധ്യത കോഴിക്കോട്? നമ്മളെ UDF MK രാഘവൻ. രാജ്യത്ത് ആരധികാരത്തിൽ വരണമെന്ന് ആഗ്രഹം? രാഹുൽ ഗാന്ധി. നിങ്ങൾക്ക് വയനാടാണോ വോട്ട്, കോഴിക്കോടാണോ? നമുക്ക് വടകരയാണ്. വടകര ഷാഫിപ്പറമ്പിൽ, ഇവിടെ MK രാഘവൻ, വയനാട്ടിൽ രാഹുൽ ഗാന്ധി. അപ്പൊ പക്ക UDF കാരനാ. കോൺഗ്രസ് തന്നെയല്ലേ?
ലീഗുകാരനാ? അപ്പൊ നിങ്ങളെ കൊടിയൊന്നും പിടിച്ചില്ലല്ലോ വയനാട്ടില്. അത് നിങ്ങളെ ആക്ഷേപിക്കുന്നതിനൊന്നുമില്ലല്ലേ? മൊത്തമായിട്ട് കൊടിയായിരുന്നില്ല, കോൺഗ്രസ് കൊടിയില്ലല്ലോ. കോൺഗ്രസ് അത് നിങ്ങളെ ലീഗുകാർ പിടിക്കുമെന്ന് വിചാരിച്ചവർ മാറ്റിയതാ അല്ലേ? അതല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അത് മൊത്തമായിട്ട് ഒഴിവാക്കിയതാണ് വയനാട്. എന്തായാലും പമ്പിച്ച് ഭൂരിപക്ഷം ഉണ്ടാവും രാഹുൽ ഗാന്ധിക്ക്. ഇത്തവണ ആർക്കൊക്കെയാ സാധ്യത? കോഴിക്കോട്, വടകര, എവിടെയായാലും? വടകര ശൈലജ ടീച്ചർക്ക് നല്ല സാധ്യതയാണ്. നല്ല സാധ്യതയുണ്ട്. കെ ശൈലജ അല്ലേ? ഇവിടെ കരീമിക്കാണോ? കരിമിക്കാണെന്ന് തോന്നുന്നത് മിക്കവാറും അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയം നോക്കിയാൽ. മോൾക്ക് വോട്ടുണ്ടോ? ഇല്ലില്ല. BJP ഇത്തവണ സീറ്റ് നേടുമോ കേരളം? അയ്യോ ഇല്ല. അങ്ങനെ വോട്ടംഗം, കേരള വിഷൻ വോട്ടംഗം എത്തിയിരിക്കുന്നത് പ്രസിദ്ധമായ കോഴിക്കോട് ബീച്ചിലേക്കാണ്. ഇവിടെ നമുക്ക് നോക്കാം, അഭിപ്രായം തേടാം. എന്താണ് കോഴിക്കോടിൻ്റെ നിലപാടെന്ന തെരഞ്ഞെടുപ്പിൽ? ബാ. വോട്ടെടുപ്പിന് അധിക ദിവസമില്ലല്ലോ. എങ്ങനെയുണ്ട് കോഴിക്കോട്? കോഴിക്കോട് നല്ല മത്സരം തന്നെയാണ്. പക്ഷേ പൊതുവേ പറഞ്ഞ മാതിരി രാഘവേട്ടൻ എന്ന് പറയുന്നൊരു ജനകീയ സ്ഥാനാർത്ഥിയാണല്ലോ. രാഘവേട്ടന് പോസിറ്റീവായിട്ട്. കരീമിക്ക ജനകീയ സ്ഥാനാർത്ഥി അല്ലേ? അങ്ങനെയല്ല, രാഘവേട്ടൻ കുറേ കാലങ്ങളായിട്ട് ഇവിടെ MP ആയിട്ട് വർക്ക് ചെയ്യുന്നു. ജനങ്ങളുടെ ഇടയിൽ രാഘവേട്ടനെ കുറിച്ചുള്ള ധാരണയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ച വരാനായിരിക്കാം ആളുകൾ ആഗ്രഹിക്കുന്നത്. BJP വോട്ട് കൂട്ടുമോ? കഴിഞ്ഞ സാധ്യത കുറവാണ്. MP രമേശാണ് സ്ഥാനാർത്ഥിയെ മാത്രമല്ല, നാഷണൽ പൊളിറ്റിക്സ് ആണല്ലോ ആളുകൾ ശ്രദ്ധിക്കുക. നാഷണൽ പൊളിറ്റിക്സ് ഒരു വലിയ MP രമേശ് അയാളുടെ വോട്ടുകൾ മുഴുവൻ, BJP വോട്ടുകൾ മുഴുവൻ സ്വന്തമാക്കിയ MK രാഘവൻ ജയിക്കുമോ? അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മുമ്പ് MK രാഘവന് ഈ വോട്ടുകൾ പോയി എന്നാണല്ലോ അതിൻ്റെ സൂചന എന്ന് പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കുക, അങ്ങനെ പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഘവേട്ടൻ്റെ ഇമേജ് കൊണ്ടും നാഷണൽ പൊളിറ്റിക്സിലൊരു സെക്യുലർ മുഖം വേണമെന്നുള്ളത് കൊണ്ടും കോഴിക്കോടിൻ്റെ. പക്ഷേ എല്ലാവരും പറയുന്നത് ഈ ലോക്സഭ കരീമിക്ക രാജ്യസഭയിലാണല്ലോ. ശക്തമായി രാജ്യസഭയിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ, അല്ലെങ്കിൽ എന്താണ്, ഒരു രാജ്യസഭാ അംഗം എന്ന നിലയിൽ എല്ലാ പൊളിറ്റിക്സും കൃത്യമായി പറയുകയും സംവദിക്കുകയും ഒക്കെ ചെയ്തിരുന്ന വളരെ ചലനാത്മകമായ ഒരു MP ആയിരുന്നു എന്നാണ് പറയുന്നത് രാജ്യസഭയിൽ. അപ്പം പുള്ളിക്കാരൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ വൈബ്രൻ്റായി നിൽക്കുമെന്നാണ് പൊതുവിലൊരു അഭിപ്രായം. അത് എതിരാളി രാഘവേട്ടൻ അല്ലെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാമായിരുന്നു. ഇവിടെ ഓപ്പോസിഷനിൽ രാഘവേട്ടൻ ആയതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രസക്തി ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. പേരെന്താ? അസ്രഫിക്ക എത്ര നാളായി ഇവിടെ ബീച്ച് കച്ചവടം ചെയ്തു? 30 വർഷമായി. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ഉണ്ടോ? ആവേശമുണ്ടോ? ഇവിടെ എന്താ ആവേശം? ഇവിടെ ഒരു ആവേശം ഇവിടെ ഒരു സ്റ്റോങ് കാണുന്നില്ല. ഇവിടെ ആരും കാണുന്നില്ല. ആര് ജയിക്കാനാണ് സാധ്യത? നമ്മൾ കരിമിക്ക ജയിക്കാൻ സാധ്യത. കരീമിക്ക അത് LDF സ്ഥാനാർത്ഥി. എന്താ പുള്ളിക്കാരന് നല്ല പ്രവൃത്തിയാണോ? കരിമിക്ക നല്ല മനുഷ്യരാണ്. കരിമിക്ക പോലും വിജയിക്കണം. വിജയിപ്പിക്കും നമ്മൾ. എന്താണ് നിതിന് കോഴിക്കോട് മണ്ഡലത്തെക്കുറിച്ച് നമ്മുടെ ഈ പര്യടനത്തിൽ തോന്നിയത്? നിലവിലെ MP MK രാഘവൻ തന്നെ UDFന് വേണ്ടി ജനവിധി തരുന്നു. മറുഭാഗത്ത് കോഴിക്കോട്ടെ തൊഴിലാളികളുമായി അടുത്ത ബന്ധമുള്ള, അല്ലെങ്കിൽ കോഴിക്കോട്ടെ തൊഴിലാളികളുടെ എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളി നേതാവ് എളമരം കരീം. കോഴിക്കോട് ഘടകനായിട്ടാണ് തോന്നുന്നത്. നല്ല ഫൈറ്റായിരിക്കും. എന്നാലും ഈ കേന്ദ്രത്തിലെ ഭരണം മാറുമോ ഇത്തവണ? മാറണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഇവിടുന്ന് പകരം ആര് പോകണം? ഇവിടുന്ന് പിന്നെ കോൺഗ്രസ് ആണ് പോകുന്നത് നല്ലത്. കോൺഗ്രസ് ആണല്ലോ ഉള്ളത്. അല്ല, കമ്മ്യൂണിസ്റ്റുകാരും BJP-ക്കെതിരല്ലേ? കൂടെ കേരളം മാത്രമല്ലേ ഉള്ളൂ. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? വേനൽ ചൂട് പോലെ തന്നെ ഇങ്ങനെ ചൂടായി കയറി അല്ലേ? കോഴിക്കോട് ആയിരിക്കും ഇവിടെ എളമരം കരിയും. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് വളരെ ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നതെന്നാണ്. നമ്മളുടെ ഈ ഒരു പല ദിക്കുകളിലും പല കോണുകളിലും ഉള്ള ആൾക്കാരെ തേടി പോകുമ്പോൾ പല വിധത്തിലുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരാൾക്കുള്ള മേൽക്കൈ പറയാനാകില്ല. അപ്പം എങ്ങനെയാണ് നിതിൻ ഇതിനെ നിരീക്ഷിക്കുന്നത്? സ്ത്രീകൾ കൂടുതലായിട്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറാണ്. ഉൾവലിയുന്നില്ല, കൃത്യമായ രാഷ്ട്രീയം പറയുന്നു. അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു. കാരണം വീട്ടമ്മമാരടക്കം, വീട്ടിലുള്ളവരടക്കം രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് MP MK രാഘവൻ UDFന് വേണ്ടി ജനവിധി തരുന്നു. എളമരം കരീം മറുഭാഗത്ത് CPM-ൻ്റെ ഇടതുമുന്നണിയുടെ ശക്തനായ സ്ഥാനാർത്ഥി. ഈ മത്സരത്തിൽ എന്തും സംഭവിക്കാം. പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മത്സരമാണ് കോഴിക്കോട്ട് നടക്കുന്നതെന്നാണ് ഇതുവരെയുള്ള ആളുകളുടെ പ്രതികരണം എടുത്തപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വടകര, കോഴിക്കോട്, മലപ്പുറം ഇങ്ങനൊരു മലബാർ സ്വഭാവം എല്ലാം പ്രതിഫലിക്കുന്ന ഒരു ഇടമാണ് കോഴിക്കോട്. അതിൻ്റെ ബീച്ചിൽ തന്നെ നമ്മൾ പലരെയും കണ്ട പല ജില്ലയിൽ നിന്നുള്ളവരാണ്. അവർക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ട്, അഭിപ്രായമുണ്ട്.
നമ്മളങ്ങനെ കോഴിക്കോട് UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ്. ഇവിടെ പ്രമുഖ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PM നിയാസ് ഉണ്ട്. നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഒന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട് കോഴിക്കോട്? വളരെ UDFന്റെ ഏറ്റവും നല്ല പ്രവർത്തനമാണ്. കഴിഞ്ഞ 3 തവണ MP ആയി ജയിച്ച് ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ജനങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷ ഉള്ള ജനബന്ധമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഒന്നാമത്തെ തവണ നമ്മൾ മത്സരിച്ച് ജയിച്ചത് 800 വോട്ടുകൾക്കാണ്. അത് 20 ഇരട്ടിയായി 16,000 അടുത്ത തവണ വിജയരാഘവനെ തോൽപ്പിച്ചു. കേരളത്തിലെ ഈ നിയോജകമണ്ഡലത്തിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ തവണ പ്രദീപ് കുമാറിനെ. ഞങ്ങൾ പരാജയപ്പെടുത്തിയത് 84,000 വോട്ടുകൾക്കാണ്. ഇത്തവണ അതിനേക്കാൾ കൂടിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. എളമരങ്കരിയുമാണ് LDF സ്ഥാനാർത്ഥി. ഇപ്പോൾ ന്യൂനപക്ഷം വോട്ടുകൾ അധികമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം പറയാം, ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ എന്നും MK രാഘവൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും ആ പിന്തുണയ്ക്ക് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ രാജ്യസഭയിലൊക്കെ മതിലുകളൊക്കെ എടുക്കുന്ന പ്രസംഗം നടത്തിയ എളമരങ്കരിയും എന്നൊരു ആത്മവിശ്വാസമാണ് LDF കേന്ദ്രങ്ങൾക്കുള്ളത്. അങ്ങനെ മതിലുകൾ ഇളക്കുന്ന ഒരാൾ രാജ്യസഭയിൽ തന്നെ തുടരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മറ്റ് ഘടകങ്ങളൊക്കെ അനുകൂലമാണ് UDFിൻ്റെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 15 കൊല്ലം ഒരു അവർ തന്നെ പറയുന്നത്, LDF പറയുന്നത് ഇദ്ദേഹത്തിന് MP ആക്കാൻ കൊള്ളില്ല, ഇദ്ദേഹം പഞ്ചായത്ത് മെമ്പറാവണമെന്ന് എതിർ സ്ഥാനാർത്ഥി തന്നെ ഞങ്ങൾ പ്രസംഗിച്ചു. അതൊരു കോംപ്ലിമെൻ്റായിട്ട് എടുക്കുകയാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ എങ്ങനെയാണ് ഒരു പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത്, അതുപോലെയാണ് കോഴിക്കോട്ടെ MP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് 15 വർഷവും. മണ്ഡലത്തിൻ്റെ മാത്രമല്ലല്ലോ, ഇതൊരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ദേശീയ രാഷ്ട്രീയം ഏറ്റവും അനുകൂലമായി നമുക്കുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി ഫാസിസം, അത് വർഗീയ ഫാസിസം ഏറ്റവും മലീമസമാക്കി മുന്നോട്ട് കൊണ്ടുപോയ BJP സർക്കാരിനെതിരെ ഏറ്റവും ആദ്യവും അവസാനവും നിൽക്കുന്ന ഒരേ ഒരു മുന്നണി ഇന്ത്യ മുന്നണിയല്ലേ? ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയല്ലേ? ആ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകർക്കുകയും ആ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണയുണ്ടെങ്കിലല്ലേ മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇവിടെ 10-40 സീറ്റുകളിൽ മത്സരിക്കുന്ന, അതും 4-5 പേര് മാത്രം ജയിക്കുന്ന ഒരു പാർട്ടിക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയും? തമിഴ്നാടിൽ അവരാരുടെ കൂടെയാണ്? രാജസ്ഥാനിൽ അവരാരുടെ കൂടെയാണ്? ത്രിപുരയിലും ബംഗാളിലും അവർക്ക് വേണ്ടി പ്രസംഗിക്കാൻ അവർ രാഹുൽ ഗാന്ധിയുടെ ഡേറ്റിന് വേണ്ടി മുന്നോട്ട് പോവുകയാണ്. എന്തിനാണ് വളഞ്ഞ വഴിക്ക് പോകുന്നത്? നേരെ പോയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡർ സോണിയാഗാന്ധിയാണ് അടുത്ത പദവിയിലിരിക്കുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല, അടുത്ത പദവിയിലിരിക്കുന്നത് ശ്രീ MK രാഘവനാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസ് തലത്തിൽ ഗവൺമെൻറ് ഉണ്ടാകും. ആ ഗവൺമെൻറ് ഉണ്ടായാൽ കോഴിക്കോടിന് അർഹമായ പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് ജനങ്ങൾ കണക്കുകൂട്ടുന്നു. 1.5 ലക്ഷത്തിലേറെ വോട്ടുകൾ പുതിയ വോട്ടുകൾ വരും. ആ വോട്ടുകളിൽ ഏറ്റവും പ്ലസ് ആയിട്ടുണ്ട്. കാരണം നമ്മളെ ക്യാമ്പസുകളിൽ പോയപ്പോൾ അഭൂതപൂർവമായ പിന്തുണയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നു. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ എല്ലാവരും രാഘവേട്ടൻ എന്ന് പറഞ്ഞ് അവരുടെ ഒരു സുഹൃത്തിനെ പോലെ അവർ കൈകാര്യം ചെയ്യുന്ന എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഇപ്പോൾ MK രാഘവൻ്റെ ആ ജനകീയതയാണ് വിജയമായി 100%. ഞാൻ വീണ്ടും പറയാം, നിങ്ങൾക്ക് ആനയും അണ്ണാൻകുട്ടനും എന്ന് പറയുന്ന പോലെ കമ്പയറബിൾ ഇല്ലാത്ത സ്ഥാനാർത്ഥി എന്ന് പറയുന്നില്ല. മറ്റ് സ്ഥാനാർത്ഥികളുടെ വ്യത്യസ്തം അത്രയേറെയാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ പരാജയപ്പെടുമെന്നാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ട്രെൻഡ് ശബരിമല, രാഹുൽ ഗാന്ധി, എന്നിട്ടും കേരളത്തിൽ പരാജയപ്പെടുന്ന ഒരു നിയോജകമണ്ഡലം 4 1 കോഴിക്കോടാണെന്നല്ലേ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞത്. ഒരു മാധ്യമങ്ങൾ പോലും കോഴിക്കോട് ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? അജുമിസ് അന്ന് മറ്റൊരു മാധ്യമത്തിലായതുകൊണ്ട് നന്നായിട്ട് ഓർമ്മയുണ്ടാവും. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾക്ക് ജനങ്ങളിലാണ് വിശ്വാസം. കഴിഞ്ഞ തവണ നമുക്ക് നിങ്ങൾക്കറിയാം, ലോളി ക്യാമറ അത് എന്നൊക്കെ പറഞ്ഞ് പരമാവധി കഥകളുമായി മുന്നോട്ട് പോയി. അന്ന് അജിമിസും ഞാനുമായൊക്കെ ഫ്ലോറിൽ ഒരുപാട് ഏറ്റുമുട്ടിയതാണ് അല്ലേ? ഇന്ന് ഞങ്ങൾക്ക് വളരെയേറെ പോസിറ്റീവായ ഘടകങ്ങളാണ്. ചെയ്ത കാര്യങ്ങൾ 19 പേജുള്ള ഒരു പാംലെറ്റ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ പ്ലസ് പോയിന്റ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ. കോഴിക്കോട് ഫണ്ടിൽ നിന്ന് എത്ര ഉപയോഗിച്ച MP ആണ്? ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, 97% നടപ്പിലാക്കി കഴിഞ്ഞു. 97% ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവലിക്കാമെന്ന് പറഞ്ഞല്ലോ. എൻ്റെ CPM കഴിയാതിരുന്നത് രാജ്യസഭയിൽ MPക്കും ചെലവഴിക്കാമല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ വ്യവസായ മന്ത്രിയായല്ലോ. കോഴിക്കോട് വ്യവസായങ്ങളുടെ ശവപ്പുറമാക്കിയില്ലേ അദ്ദേഹം കൊണ്ടുവന്ന ഗോൾഡ് റൈൻസിൻ്റെ സ്ഥിതി എന്താണ്? കോഴിക്കോട്ടെ ഏതെങ്കിലും ഒരു വ്യവസായശാലകൾ അക്കാലത്ത് തുറക്കാൻ കഴിഞ്ഞോ? പൂട്ടിയതിലാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ജനങ്ങൾ കാണുന്നു, ജനങ്ങൾക്ക് മുമ്പാകെ വെക്കുകയാണ്. ശരി, വിശ്വാസം രക്ഷിക്കട്ടെ. തീർച്ചയായും. താങ്ക് യു.
അപ്പോൾ അങ്ങനെ നിതിൻ, നമുക്ക് അടുത്ത മണ്ഡലത്തിലേക്ക് പോകാം. നമ്മുടെ വോട്ടംഗം അതിനുള്ള വണ്ടി നമുക്ക് അവിടെ തയ്യാറായി കിടപ്പുണ്ട്, ഇതുകൊണ്ട് അവിടെ കിടപ്പുണ്ട്. പക്ഷേ വൈവിധ്യങ്ങൾ, അതായത് കോഴിക്കോടൻ ഹൽവ, മിഠായി തെരുവിൻ്റെ മധുരങ്ങൾ, അതോടൊപ്പം കോഴിക്കോടിൻ്റെ ഈ ഭക്ഷണ വൈവിധ്യം ഭയങ്കരമാണ്. അതിൽ പ്രധാനപ്പെട്ടാണ് പ്രത്യേകിച്ച് ബീച്ചിൽ ഇങ്ങനെ കപ്പയ്ക്ക ഉപ്പിലിട്ടത്. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ട് നമുക്ക് അടുത്ത മണ്ഡലത്തിലേക്ക് പോകാം. ഇത് കഴിച്ചുകൊണ്ട് നമുക്ക് താൽക്കാലികമായി കോഴിക്കോടിനൊരു യാത്ര പറയാം. ഓക്കെ.